നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമമ്മയുടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ജഗദീഷ് ആണോ? അതെ. കേറിയിരിക്കൂ. ശ്യാമയെ വിളിക്കാം. ശരി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഞാൻ എന്തിനാണ് മിസ്റ്റർ ജഗദീഷിനെ വിളിപ്പിച്ചെന്നറിയോ? എത്ര കാലമായി ഈ പ്രോപ്പർട്ടികൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ തുടങ്ങിയിട്ട്? ഒരു 10-12 കൊല്ലമായി മാഡം. എന്നിട്ട് ഒരു കച്ചവടത്തിന്റെ നേരും നിറയും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഐശ്വര്യ നിങ്ങളെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഏൽപ്പിച്ചു. അതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ആ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കാണെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു രേഖ അവരെന്നെ കാണിക്കുകയും ചെയ്തു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണല്ലോ നോക്കുക. മാത്രമല്ല, ശ്യാമ മേഡത്തിനെ പോലെയുള്ള ഒരാളുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് അങ്ങനെ ഒരു തർക്കം വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി. തർക്കമുണ്ട്. ഐശ്വര്യ നിങ്ങളെ കാണിച്ചിരുന്ന ആ കരാറ് നിങ്ങൾ നന്നായിട്ട് വായിച്ചിരുന്നെങ്കിൽ എനിക്കിത് നിങ്ങളോട് പറയേണ്ടി വരുമായിരുന്നില്ല. ആ പ്രമാണത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ മകൾ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഐശ്വര്യയ്ക്ക് എന്റെ പ്രോപ്പർട്ടിയിലുള്ള അധികാരം. ഇപ്പൊ എന്റെ മകൾ പ്രായപൂർത്തിയായി. അതോടെ ഐശ്വര്യയ്ക്ക് ആ അവകാശവും നഷ്ടപ്പെട്ടു. മാഡം, ശ്യാമയുടെ മകള് ജീവിച്ചിരിപ്പില്ലാന്ന് ഐശ്വര്യ പറഞ്ഞു കാണും അല്ലേ? അതെ, എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അത് കള്ളമാണ്. എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതിലൊരു തരി മണ്ണ് പോലും ഞാനോ എന്റെ മകളോ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ജഗദീഷിനെ ഞാനിപ്പോ വിളിപ്പിച്ചേ. നന്നായി മാഡം. ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു വസ്തുവാണെങ്കിൽ ഞാൻ ഈ ഒരു കച്ചവടത്തിന് നിൽക്കുന്നില്ല. ഞാൻ ഐശ്വര്യ മേഡത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാം. നിങ്ങളെ ഐശ്വര്യ ബുദ്ധിമുട്ടിച്ചതിലും തെറ്റിദ്ധരിപ്പിച്ചതിലും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയാതെ എന്തെങ്കിലും നീക്കം നടത്തിയ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നാ ഞാൻ കരുതിയത്. തീർച്ചയായിട്ടും ആവുമായിരുന്നു മാഡം. ഇനി എനിക്ക് ഇറങ്ങാമല്ലോ. ഐശ്വര്യ ഇനിയും നിങ്ങളെ സമീപിച്ചെന്ന് വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ശരി. ശ്യാമേ, മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞ അപകടമാകോ? അയാളത് ഐശ്വര്യോട് പറഞ്ഞാലോ? അയാളത് പറയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യ എടുത്ത് ചെയ്ത ഒരു ചതിയ. അവര് തമ്മിൽ സംസാരം ഉണ്ടാവും. എടുത്ത് പേടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.